ഇറാഖിലെ യുഎസ് നടപടിയെ ന്യായീകരിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വിമത കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണങ്ങൾ എപ്പോഴവസാനിക്കുമെന്ന് വ്യക്തമാക്കാനാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞത്. അമേരിക്കൻ സൈന്യം ഇറാഖിലുണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ഇറാഖ് ആക്രമണം തുടരുമെന്നും ഒബാമ അറിയിച്ചു. ഇറാഖിലെ യുഎസ് പൗരന്മാരെയും എംബസിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. We have Americans serving across Iraq, including our embassy in Baghdad, and we will do whatever is needed to protect our people. വടക്കൻ ഇറാഖിലെ ഇർബിനിൽ 3 തവണയാണ് യുഎസ് സൈന്യം വ്യോമാക്രമണം നടത്തിയത്. വ്യോമാക്രമണത്തിന് പിന്നാലെ ISIS വിമതർ പിടിച്ചെടുത്ത നഗരങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇറാഖ് സൈന്യം. വിമത സൈന്യത്തിന്റെ ശക്തി കുറയ്ക്കുക മാത്രമാണ് അമേരിക്കൻ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നും ഇറാഖ് സൈന്യത്തിന്റെ കരയാക്രമണത്തിലൂടെ മാത്രമേ പൂർണ്ണ വിജയം സാധ്യമാവൂ എന്നും ഇറാഖ് വിദേശകാര്യമന്ത്രി മഹ്മൂദ് അൽ സിബാരി പറഞ്ഞു. അതിനിടെ അമേരിക്കയുടെ വ്യോമാക്രമണങ്ങളെ പിന്തുണച്ച് ഓസ്ട്രേലിയയും രംഗത്തെത്തി. ഇറാഖിൽ അമേരിക്കയുടെ മാനുഷിക പ്രവർത്തനങ്ങളിൽ ഉടൻ പങ്കാളിയാവുമെന്നും ആവശ്യമെങ്കിൽ സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി അബോട്ട് പറഞ്ഞു. നേരത്തെ ബ്രിട്ടനും അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.